ഈ ഈസ്റ്ററിന് നമുക്ക് ഈസി ആയിട്ടൊരു പെപ്പർ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനൊരു 1/2 kg ചിക്കൻ എടുത്ത് ക്ലീൻ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബോണുള്ള ചിക്കനാണ്. ബോൺലെസ് ചിക്കനിലും നമുക്ക് ചെയ്യാം. ഇനി ഇതിനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ച് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ മസാലയൊക്കെ ഒന്ന് നന്നായി പിടിക്കുന്നതിനായിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞതും, പിന്നെ ഒരു തക്കാളി എടുത്ത് അതും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, 2-3 പച്ചമുളക്, പിന്നെ കറിവേപ്പില ആവശ്യത്തിന്. ഇനി ഒരു പാനിൽ 2 ടീസ്പൂൺ മല്ലിയും 1 ടീസ്പൂൺ കുരുമുളകും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കണം. അതിൻ്റെ കൂട്ടത്തിൽ 2 എരിവില്ലാത്ത ചുവന്ന മുളകും കൂടി ഞാൻ ഇടുന്നുണ്ട്. നമ്മൾ പെപ്പർ ചിക്കനാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ പെപ്പറിൻ്റെ ടേസ്റ്റും അതിൻ്റെ എരിവുമാണ് മുമ്പിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് ചുവന്ന മുളക് അധികം ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ ചിക്കൻ കറി വെക്കുമ്പോഴും ബിരിയാണി വെക്കുമ്പോഴും ഒക്കെ ഫ്രഷ് ആയിട്ട് തന്നെ മസാല ചൂടാക്കി പൊടിച്ചതിൽ ചേർക്കുന്നതാണ് അതിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യം. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് റോ സ്പൈസസ്, ഒരു ചെറിയ കഷ്ണം പട്ട, 3-4 ഏലക്ക, 3-4 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, ഒരു 8-10 കുരുമുളക്, ഒരു ബേ ലീഫ്, ഇത്ര ഇട്ടിട്ട് ആ എണ്ണയിലൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി അതിലേക്ക് ഒരു വലിയ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായി വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒരുവിധം നന്നായി വഴന്ന് കിട്ടിയാൽ മതി. ഇടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല കൂടി അതിലേക്ക് ചേർക്കാം. 1 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. ഇതെല്ലാം ഒന്ന് നന്നായി ചൂടായ ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും മസാലയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല, നമ്മൾ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കനിൽ നിന്ന് തന്നെ അതിന് വേകാൻ ആവശ്യമായ വെള്ളം വരും. പിന്നെ ഗ്രേവി കൂടുതലായിട്ട് വേണം എന്നുള്ളവർക്ക് മാത്രം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊരു 10-15 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ, ഇടയ്ക്ക് ഇളക്കിയും കൊടുക്കണം, ഇല്ല അടി പിടിക്കും. ഇതിപ്പം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴും നോക്കി ഇത്രയും വെള്ളമൊക്കെ ഉണ്ട് ഇതിൽ. ഇനി ലാസ്റ്റിൽ നമുക്ക് ഫ്ലേവറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ തൂവി കൊടുക്കാം. പിന്നെ ഒരു 2 സ്പൂൺ നല്ല കട്ടി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ പെപ്പർ ചിക്കനെ വേറൊരു ലെവലിൽ എത്തിക്കും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ. ഇതിനി ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡിയായി. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് നമ്മുടെ പെപ്പർ ചിക്കൻ സെർവ് ചെയ്യാം. ഇതേ കണ്ട ചിക്കനിൽ നല്ല മസാലയൊക്കെ പുരണ്ടിരിക്കുന്നുണ്ട്. ഇത് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഈസ്റ്ററിന് ഇതുപോലൊരു പെപ്പർ ചിക്കൻ നിങ്ങളും ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടാവും തീർച്ചയായും. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഈസ്റ്റർ.